5 ദിവസത്തേക്ക് ഇറാന്റെ ഊർജ്ജ മേഖലയെ ലക്ഷ്യമിട്ട് ആക്രമണമുണ്ടാകില്ലെന്ന് യുഎസ് പ്രസിഡന്റ് അറിയിച്ചതിന് പിന്നാലെയും ആക്രമണം. ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് ഇറാൻ നിരവധി മിസൈലുകൾ അയച്ചതായി ഇസ്രയേൽ സൈന്യം അറിയിച്ചു. സമാധാന ചർച്ചകളെക്കുറിച്ചുള്ള അവകാശവാദങ്ങൾക്കിടയിലും യുദ്ധം തീവ്രമാകുന്ന കാഴ്ചയാണ് പശ്ചിമേഷ്യയിൽ ഇപ്പോൾ പ്രകടമാകുന്നത്. അമേരിക്കയും ഇസ്രയേലും ഇറാനെതിരെ ആരംഭിച്ച സൈനിക നീക്കം 25 ദിവസം പിന്നിടുമ്പോൾ ഇറാനിൽ നിന്ന് മിസൈൽ മഴ. ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് ഇറാൻ നിരവധി മിസൈലുകളാണ് അയച്ചതെന്ന് ഇസ്രയേൽ സൈന്യം പറയുന്നത്. 5 ദിവസത്തേക്ക് ഇറാന്റെ ഊർജ്ജ മേഖലയെ ലക്ഷ്യമിട്ട് ആക്രമണമുണ്ടാകില്ലെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചതിനു പിന്നാലെയാണ് ഈ മിസൈൽ ആക്രമണം എന്നതാണ് മറ്റൊരു പ്രത്യേകത. ടെൽ-അവീവ് ഉൾപ്പെടെയുള്ള ഇസ്രയേലിന്റെ വിവിധ ഭാഗങ്ങളിൽ സൈറനുകൾ മുഴങ്ങുന്നത് തുടരുന്നു. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഈ മിസൈലുകളെ നേരിടുന്നതിന്റെ സ്ഫോടന ശബ്ദങ്ങളും പലയിടത്തു നിന്നും കേൾക്കുകയാണ്. തകർന്ന മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ താഴെ വീണ പല വീടുകളും ഇസ്രയേലിൽ നശിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാനുമായി സമാധാന ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും യുഎസ് പ്രസിഡന്റ് പറയുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ഇറാനിലെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്താനിരുന്ന ആക്രമണങ്ങൾ അടുത്ത 5 ദിവസത്തേക്ക് മാറ്റിവെക്കാനും സൈന്യത്തിന് അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ ട്രംപിന്റെ ഈ വാദങ്ങളെ ഇറാൻ പൂർണ്ണമായും തള്ളുന്ന സാഹചര്യമാണുള്ളത്. ഇത് വലിയൊരു നുണ മാത്രമാണെന്നും കൂടുതൽ സൈന്യത്തെ വിന്യസിക്കാൻ സമയം കണ്ടെത്താൻ വേണ്ടിയാണ് ട്രംപ് ഇത്തരത്തിലൊരു നിർദ്ദേശം കൊണ്ടുവന്നതെന്നും ഇറാൻ പറയുന്നു. സമാധാന ചർച്ചകളെക്കുറിച്ചുള്ള പ്രസ്താവനകൾക്കിടയിലും ഇറാനിലെ ഊർജ്ജ നിലയങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇസ്രയേലിലെ ടെൽ-അവീവിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 6 പേർക്ക് പരിക്കേറ്റതായാണ് പറയുന്നത്. 4 വ്യത്യസ്ത സ്ഥലങ്ങളിൽ നടന്ന ആക്രമണങ്ങളിലാണ് 6 പേർക്ക് പരിക്കേറ്റിരിക്കുന്നത്. മാത്രമല്ല, ഫെബ്രുവരി 28-ന് യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇറാനിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ എണ്ണം മാത്രം 208 എന്നും കണക്കുകൾ പറയുന്നുണ്ട്. രാജ്യത്തെ അടിയന്തര സേവന ഏജൻസിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കുറഞ്ഞത് 2 പേർ കൊല്ലപ്പെട്ടുവെന്നും 5 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തെന്നാണ് കണക്കുകൾ പറയുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല. എന്തായാലും പശ്ചിമേഷ്യൻ യുദ്ധം അശാന്തമായി തുടരുകയാണ്. സമാധാന ചർച്ചകൾക്ക് വഴിയുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.